സംസ്ഥാനത്തെ ആദ്യ AI തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതി പിടിയിലായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി വെച്ച് തട്ടിപ്പ് നടത്തിയ ആളാണ് പിടിയിലായിരിക്കുന്നത്. തെലങ്കാനയിൽ നിന്നാണ് ഒന്നാം പ്രതി മുഹമ്മദ് അലിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് പാലാഴി സ്വദേശിയിൽ നിന്നും 40,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് ഈ അറസ്റ്റ്. രാഹുൽ സുരേഷ് വീണ്ടും ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, പറയൂ, ആദ്യത്തെ AI കള്ളത്തരം കാണിച്ച ആൾ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള തിലകക്കുറി? തീർച്ചയായിട്ടും SKN, ഒരു വർഷം മുമ്പായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. അതായത് AI ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ തട്ടിപ്പായിരുന്നു കോഴിക്കോടേത്. കോഴിക്കോട് പാലാഴി സ്വദേശിയായിരുന്നു ഈ പരാതിക്കാരൻ കേന്ദ്ര സർവീസിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളെന്ന് പരിചയപ്പെടുത്തിയ ശേഷം കൃത്രിമമായി ശബ്ദവും വീഡിയോയും നിർമ്മിച്ച ശേഷമാണ് 40,000 രൂപ തട്ടിയെടുത്തത്. ഈ സംഭവത്തിന് പിന്നാലെ ആദ്യം പാലാഴി സ്വദേശി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസാണ് ഇത് സൈബർ സംഘത്തിന് കൈമാറിയത്. ഇതിന് പിന്നാലെ ഒരു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രധാന പ്രതിയെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സ്വദേശികളായ അമരീഷ് അശോക് പാട്ടീൽ, സിദ്ധേഷ് ആനന്ദ് കർവെ ഉൾപ്പെടെയുള്ള 4 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഈ പരാതിക്കാരന് നഷ്ടപ്പെട്ട 40,000 രൂപയും നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തി തിരിച്ചു നൽകുകയും ചെയ്തു. എന്താണെങ്കിലും പോലീസിന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഭിനന്ദനാർഹമായ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. SKN. രാഹുൽ സുരേഷ്.